സമുദ്രത്തിന് നടുവിൽ ഒരു വലിയ കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ലൈഫ് ബോട്ടുകൾ ഓരോന്നും യാത്രക്കാരുമായി നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി അവസാനിക്കുന്ന ചില ലൈഫ് ബോട്ടുകൾ മാത്രം, വിരലിലെണ്ണാവുന്ന ബോട്ടുകൾ. ആ അവസരത്തിൽ കപ്പലിലുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ആ ബോട്ടിലൊന്ന് കയറി പറ്റണം, എങ്കിലേ കരക്കണയാൻ കഴിയുകയുള്ളൂ, തൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നാണ്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിലെ ഇനി വരുന്ന ദിവസങ്ങൾ. തിന്മയുടെ കയങ്ങളിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന മാനവരാശിയെ രക്ഷപ്പെടുത്താൻ ഉള്ള ലൈഫ് ബോട്ടായിരുന്നു വിശുദ്ധ റമദാൻ. ആ റമദാനിലെ വിരലിലെണ്ണാവുന്ന ബോട്ടുകൾ അതുമാത്രമേ ഇനി ബാക്കി നിൽപ്പുള്ളൂ. ആ ദിവസങ്ങളെ പരമാവധി നമ്മളെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുവോ ആ വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയും നരകമോചനത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ആഗതമായാൽ തങ്ങളുടെ രൂപവും ഭാവവും മാറുകയായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ കഴിഞ്ഞുപോയ 20 ദിവസത്തെക്കാൾ കൂടുതൽ ഭക്തശ്രദ്ധനായി, ഊർജ്ജസ്വലനായി അവസാനത്തെ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്ന്. മിക്ക സമയങ്ങളിലും അല്ല, പൂർണ്ണമായും ആ 10 ദിവസം പള്ളിയിലാണ്, എഴുത്തിക്കാഫിരിക്കുകയാണ്. തൻ്റെ ഉടുമുണ്ട് അരക്കുറപ്പിച്ച് കച്ച കെട്ടി ഇറങ്ങി ഒരു വലിയ ശ്രമകരമായ കാര്യം, അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അഹോരാത്രമായ പരിശ്രമത്തിലായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ രാത്രിക്ക് പകലോന്റെ വെളിച്ചമായിരുന്നു. തങ്ങളോട് കൂടെയുള്ള പത്നിമാർ, ഭാര്യമാർ, മക്കൾ, അവർക്കൊക്കെ ആ ചൂടും ചൂരും ആത്മീയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു കൊടുക്കുകയായിരുന്നു. എന്തുകൊണ്ട്? ഇനി നമുക്ക് ഒരു പക്ഷേ ഒരു റമദാൻ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ, അവസാന 10 ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതൽ ഊർജ്ജസ്വലമായി സമീപിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിലെ ആലസ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ട അശ്രദ്ധകളും തിരുത്തി നേരായ റൂട്ടിലൂടെ നല്ല നിലയിൽ ആ ദിവസങ്ങൾ ഉപയോഗിക്കുക എന്നായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ആ ദിവസങ്ങളിലാണല്ലോ ലൈലത്തുൽ ഖദർ നമ്മിലേക്ക് ആഗതമാകുന്നത് എന്ന് മിക്ക ഹദീസുകളിലും വലിയ വലിയ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടേതായ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് നേടിയെടുത്ത കാര്യങ്ങളിലുമെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പകർന്നത് നേരിട്ട് മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബത്തെ കിറാം, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ റമദാനിലെ അവസാനത്തെ 10 എങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നറിയുമോ? കാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യുസല്ലി മിനൽ ലൈലി മാ ഷാ അല്ലാഹു അൻ യുസല്ലിയ ഹത്താ ഇദാ കാന നിസ്ഫുൽ ലൈലി അയ്ഖളാഹു ലഹു ലിസ്സലാ. അവസാനത്തെ 10 ആകുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിസ്കാരത്തിൽ തന്നെയാണ്, രാത്രി മുഴുവനും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല, മാനവർകൾ തങ്ങളുടെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കുകയും അവരോട് ആഹ്വാനം ചെയ്യുകയാണ്, അസ്സലാ അസ്സലാ, നിസ്കരിക്കൂ, നാളെയുടെ ലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗം വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും. ഇത് കണ്ടു വളർന്ന മഹാന്മാരായ താബീങ്ങളുടെ ജീവചരിത്രവും മറ്റൊന്നല്ല.
കാന അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അലിയാർ തങ്ങളാണത്. അവർ ഇദാ ദഖലൽ അശ്റു തഫറഅ ലിൽ ഇബാദത്തി, അവസാനത്തെ 10 ആയാൽ ഇബാദത്തിന് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ചു. തിരക്കുകൾ മുഴുവനും അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യാൻ മാറ്റിവെക്കുന്നു. വകാന യഖൂലു ഇന്ന ലില്ലാഹി ഫീ ഹാദിഹിൽ ലയാലി ഉതഖാ മിനൻ നാർ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഈ രാത്രികാലങ്ങളിൽ വരാൻ പോകുന്ന രാത്രികളിൽ, അവസാനത്തെ 10ന്റെ രാത്രികളിൽ ഒരുപാട് നരകമോചിതരുണ്ട്. അതിൽ ഉൾപ്പെടാനുള്ള അശാന്തമായ പരിശ്രമമാണ് മഹാനവറുകൾ നടത്തിയത്. ഖതാദ റളിയല്ലാഹു അൻഹു തങ്ങൾ സാധാരണ നിലയിൽ ഓരോ ആഴ്ചയിൽ ഒരു ഖത്ം തീർക്കുന്നവരാണ്. ഫഇദാ ജാ റമളാൻ, റമളാൻ ആഗതമായാൽ ഖതമ ഫീ കുല്ലി സലാസിൻ, ഓരോ 3 ദിവസം കൊണ്ടും ഒരു ഖത്ം തീർക്കുന്നു. ഫഇദാ ജാഅൽ അശ്റു, അവസാനത്തെ 10 ആഗതമായാൽ ഖതമ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഒരു ഖത്ം തീർക്കുന്നു. ഇതാണ് മഹാന്മാരുടെ റമളാൻ. നമ്മുടെ റമളാൻ എങ്ങനെയാണ് എന്നിവിടെ വെച്ചാണ് വിലയിരുത്തേണ്ടത്. ആദ്യത്തെ 10ഉം രണ്ടാമത്തെ 10ഉം ഒക്കെ കുറെ ആവേശങ്ങളൊക്കെ കാണിച്ച് അവസാനത്തെ 10 ആകുമ്പോഴേക്ക് പലപ്പോഴും നമ്മൾ വിശുദ്ധ റമളാൻ വിട പറഞ്ഞതിന്റെ വേദിയിലാണ്. പലപ്പോഴും ഷോപ്പിംഗ് മാളിലും മറ്റുമൊക്കെയായി നമ്മുടെ ലൈലത്തുൽ ഖദർ വരെ നമുക്ക് ലഭിക്കാതെ പോകുന്ന സാഹചര്യം പലർക്കും ഉണ്ടെങ്കിൽ, മഹാന്മാരുടെ റമളാൻ അത് അവസാനത്തെ 10 അവർ ഒട്ടുകൊണ്ട് മുറുക്കിയെടുത്ത് പരിശ്രമിക്കുന്നവരായിരുന്നു. എന്തേ കാരണമെന്നറിയോ? ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഹദീസ് തന്നെയാണ്. അവസാന ദിവസങ്ങൾ കടന്നു വരുമ്പോ, ഇദാ കാന ആഖിറു ലൈലത്തിൻ, റമളാനിലെ അവസാനത്തെ രാവുകൾ ഓരോന്നോരോന്ന് നമ്മിലേക്ക് ആഗതമാകുമ്പോൾ, വഫറല്ലാഹു ലഹും ജമിയാ, ആ റമളാനിൽ ഒമ്പനെട്ടിച്ച ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയ ഓരോരുത്തർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന അനുവാചകർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹി ലൈലത്തുൽ ഖദ്രി, അത് ലൈലത്തുൽ ഖദ്റിനെ കുറിച്ചാണോ അങ്ങ് സംസാരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, ലാ, അല്ല അല്ല, അലം തറ ഇലൽ ഉമ്മാലി യഅമലൂൻ, തൊഴിലാളികളെ നിങ്ങൾക്കറിയില്ലേ? ജോലിയെടുക്കുന്ന ഒരു ഉടമയുടെ കീഴിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികൾ ജോലിയെടുത്ത് ജോലിയെല്ലാം കഴിഞ്ഞ് ഫൈദാ ഫറഹു മിൻ അഅമാലിഹിം ഫൂജുറഹും, ഒരു മുതലാളി കോൺട്രാക്ട് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് കഴിഞ്ഞ അവസാന സമയം ഓരോ ദിവസവും ജോലി ചെയ്തതിന് അന്നാന്ന് കൊടുത്ത അവസാനം എല്ലാം കൂട്ടിയിട്ട് ഒരു കൊടുക്കലുണ്ട്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ ദിവസം എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു കൊടുക്കലുണ്ട്. അത് വാങ്ങാൻ വേണ്ടിയാണ് മഹാന്മാർ തയ്യാറായി നിന്നത്. ഫൈദാ കാന ആഖിറു ലൈലത്തിൻ, റമളാനിലെ അവസാനത്തെ രാവിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അഅതഖല്ലാഹു ബിഅദദി കുല്ലി മൻ മളാ, ആ വർഷം റമളാനിൽ 29 ദിവസം, 30 ഉണ്ട് എങ്കിൽ 29 ദിവസം അല്ലാഹു തആല പുറത്തു കൊടുത്ത മില്യൺ കണക്കായ ആളുകളെ അവസാനത്തെ രാത്രിയിൽ അല്ലാഹു തആല ഒരൊറ്റ രാവ് കൊണ്ട് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിധത്തിലുള്ള നല്ല നല്ല രാത്രികളാണ് നമ്മിലേക്ക് ആഗതമാകുന്നത് മുഅ്മിനീങ്ങളെ. ഇനി നമ്മൾക്ക് വളരെ ശ്രദ്ധയാണ് വേണ്ടത്. പലപ്പോഴും അവസാനിക്കുന്നത് ഇങ്ങനെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോ, റമളാൻ വിട പറയുമ്പോ പിന്നെ പെരുന്നാളിന്റെ തിരക്കിലായി മറ്റു പല ശ്രദ്ധകളിലുമായി റമളാൻ വന്ന ആവേശമൊന്നും കാണില്ല പലരിലും. എന്നാൽ റമളാനിന്റെ അവസാനത്തെ ഇരപകലുകൾ അത് നരകമോചനത്തിന്റെ 10 അതല്ലേ നമ്മൾ, അതിനു വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? അതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത്? നരകമോചനം സാധ്യമാവണം, സ്വർഗപ്രവേശം നമുക്ക് ലഭിക്കണം. അല്ലാഹു തആല രണ്ടും നമുക്ക് സാധ്യമാക്കി തരുമാറാവട്ടെ.
വിശുദ്ധ റമദാൻ ആഗതമായിട്ട് നമുക്ക് നരകമോചനം കിട്ടിയില്ലെങ്കിൽ, സ്വർഗത്തിൽ കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പിന്നെ എപ്പോഴാ നമുക്കിതിനൊക്കെ സാധ്യമാകുന്നത്? എൻ്റെ സഹോദരങ്ങളെ, നരകം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്, ഭയാനകമാണ്. ആ നരകത്തിന്റെ ചൂടും അതിന്റെ അവസ്ഥകളും ഭയവിഹ്വലമാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല വിവിധങ്ങളായ ആയത്തുകളിൽ അതിന്റെ ഭീകരതയെ കുറിച്ച് സംസാരിച്ചില്ലേ? മുത്തായ തങ്ങളോട് അവിടെന്ന് പറയാൻ പറഞ്ഞത് കുൽനാറു ജഹന്നമ അശദ്ദു ഹർറാ. നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കൂ, നരകത്തിന്റെ തീ അതികഠിനമാണ്, കഠോരമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. ഹബീബായ തങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നാറുക്കും ഹാദിഹില്ലതി യൂഖിദു ബിനാ ആദമ ജുസ്ഉം മിൻ 70 ജുസ്ആ. നിങ്ങൾ ഈ ഭൂമി ലോകത്ത് കത്തിക്കുന്ന തീയുണ്ടല്ലോ, അത് നരകാഗ്നിയുടെ 70% എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആലോചിച്ച് നോക്ക്, നമുക്ക് 15 കോടി കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്റെ താപനില തന്നെ 40 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നമ്മൾ പേടിച്ചു പുറത്തിറങ്ങുന്നില്ല. നമ്മുടെ ചർമ്മം കരിഞ്ഞു പോവുകയാണ്, നമ്മുടെ രോമകൂപങ്ങൾ അത് കരിഞ്ഞുണങ്ങുകയാണ്. അതുപോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മുഅ്മിനീങ്ങളെ, ഈ ഭൂമി ലോകത്തുള്ള തീ, ആ തീയിലേക്കൊന്ന് കൈ കാണിക്കാൻ വേണ്ട. തീയിൽ വെച്ച വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് വരുന്ന നീരാവിയിലേക്ക് പോലും കൈയൊന്നുയർത്തി ആ കൈയിലേക്ക് നീരാവി നമ്മൾ പറ്റിക്കാൻ പോലും നമുക്ക് കഴിയില്ല എങ്കിൽ, പേടിയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നാളെയുടെ ലോകത്ത് നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ കഴിയുക? കഠിന കഠോരമാണ് അതിന്റെ ശിക്ഷയെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നരകത്തിലെത്തുന്ന ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന മനുഷ്യനെ കുറിച്ച് അവിടെ നിന്ന് വർണ്ണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന അഹ്വന അഹ്ലിന്നാർ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നത് ആർക്കാണെന്നറിയുമോ? മല്ലഹു നഅലാനി വശിറാകാനി മിന്നാർ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ കൊടുക്കുന്നതാ പറയുന്നത്. തീനാൽ ഊട്ടപ്പെട്ട ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ചൂടുള്ള ചെരുപ്പ് ധരിപ്പിക്കുമ്പോൾ യഗ്ലി മിൻഹുമാ ദിബാഹുഹു കമാ യഗ്ലി മിർജലു. ഉമ്മമാരൊക്കെ വലിയ കലമെടുത്ത് വെള്ളവുമായി അടുപ്പിൽ വെച്ചാൽ ആ വെള്ളം വെട്ടി തിളക്കുന്നത് പോലെ ആ ചെരുപ്പ് ധരിക്കുന്നതിലൂടെ ആ ധരിപ്പിച്ച മനുഷ്യന്റെ തലച്ചോറ് തിളച്ചു മറിയും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സമയത്ത് ആ മനുഷ്യൻ വാവിട്ടുകൊണ്ട് കരഞ്ഞു പറയാണ്, പടച്ച റബ്ബേ, ഈ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ നീ എനിക്ക് തന്നത്. നരകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയല്ലേ എനിക്ക് തന്നത് എന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയാണ്, ആ മനുഷ്യനാണ് നരകത്തിലെ ഏറ്റവും സിമ്പിളായ ശിക്ഷ അല്ലാഹു കൊടുത്തത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ശിക്ഷ പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയൂല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നരകമോചനം നമുക്ക് സാധ്യമാക്കി തരുമാറാവട്ടെ. അതിനുള്ള ഇരപകലുകളാണ് നമ്മിലേക്ക് വരുന്നത്. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ദിവസങ്ങളിൽ നാം നരകമോചനം സാധ്യമാകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നരകമോചനം നാം വാങ്ങിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിവിധങ്ങളായ വിഷയങ്ങൾ കൊണ്ട് നരകമോചനം നമുക്ക് സാധ്യമാണ്. അതിലൊന്ന് ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറഞ്ഞു, ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവെ കുറിച്ച് പേടിച്ച്
കരഞ്ഞ കണ്ണുകളുണ്ടോ നിങ്ങൾക്ക്? അല്ലാഹ് എന്ന ബോധത്തോടെ ജീവിച്ച മനസ്സുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ ആ മനുഷ്യൻ നാളെ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് സ്വാദിഖുൽ മസ്തൂഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. വരുന്ന ദിവസങ്ങളിൽ കരയണം. പടച്ചോനോട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് നമ്മുടെ കണ്ണുനീർ കവിൾ തടങ്ങളിലൂടെ ഉതിർന്നു വീണ് ഈ ഭൂമിയിലൊന്ന് പതിക്കട്ടെ. എന്നിട്ട് റബ്ബിനോട് ഇരക്കണേ, പടച്ച റബ്ബേ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. പടച്ച റബ്ബേ, എന്നെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ എന്ന് അല്ലാഹു അത്തരം ഒരു മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. കരയുന്ന നയനങ്ങൾ അല്ലാഹു നമുക്ക് സംവിധാനിക്കുമാറാവട്ടെ. അങ്ങനെ കരഞ്ഞവർക്ക് അല്ലാഹു തആല രക്ഷ കൊടുത്തിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരനാണ്. ഖദ് ലസിമൽ മസ്ജിദ, പള്ളിയിൽ എപ്പോഴും ജമാഅത്തിൽ ഒന്നാം സഫിലുണ്ടാകുന്ന ചെറുപ്പക്കാരൻ ഉമർ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളെ എപ്പോഴും ശ്രദ്ധിക്കും. അങ്ങനെ ഇരിക്കെ ഈ ചെറുപ്പക്കാരൻ എന്നും രാത്രി ഇശാനിസ്കാരം കഴിഞ്ഞാൽ തന്റെ പ്രായമായ വാപ്പയുണ്ട്, ആ വാപ്പയെ പരിചരിക്കാൻ വേണ്ടി പോകും. വീട്ടിലേക്ക് വേഗം നടന്നു പോകും. നടക്കുന്ന വഴിയിൽ ഒരു പെണ്ണെന്നും ശല്യം ചെയ്യാറുണ്ട്. ഈ പെണ്ണിന്റെ ശല്യം അസഹ്യമായി. ചെറുപ്പക്കാരന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഈ പെണ്ണിന്റെ കണിവലയിൽ അകപ്പെട്ടു. പെണ്ണ് വിളിച്ചപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. സാഹചര്യങ്ങളാണല്ലോ തിന്മയിലേക്ക് എത്തിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി അവരുടെ വീടിന്റെ പടിയിലേക്ക് അങ്ങ് കയറിയപ്പോഴാണ് ഖുർആനിൽ നിന്നൊരായത്ത് ഓർമ്മ വരുന്നത്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ആ പടിയേറിയപ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ ബോധോദയുണ്ടായത്. പടച്ചറബ്ബേ, എന്താണ് അതിന്റെ അർത്ഥം? ഇന്നല്ലദീന തഖൗ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, അവർക്ക് പൈശാചികമായ ദുർബോധനങ്ങൾ വല്ലതും സംഭവിച്ചാൽ തദക്കറൂ, പെട്ടെന്ന് അല്ലാഹുവിനെ ഓർക്കുകയും വഹും ഫഇദാ ഹും മുബ്സിറൂൻ, ഒരു ഉൾക്കാഴ്ച സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ എന്തു ചെയ്തു? ഈ ചെറുപ്പക്കാരൻ ഈ ഖുർആനിന്റെ വചനങ്ങൾ അങ്ങ് പാരായണം ചെയ്തു. ഉടനെ ആ ചെറുപ്പക്കാരൻ ബോധരഹിതനായി വീണു, ബോധം കെട്ടു വീണു. ഈ പെണ്ണിന് എന്തു ചെയ്യണമെന്നറിയില്ല. തന്റെ കൂട്ടുകാരികളെ വിളിച്ചു, ചെറുപ്പക്കാരനെ പിടിച്ചു, താങ്ങി പിടിച്ചവന്റെ വീടിന്റെ പടിയിൽ കൊണ്ടുവന്നവർ കൂട്ടായി. ഉപ്പയതാ കുറെ സമയമായി ഇശാൻ കഴിഞ്ഞ് ചെറുപ്പക്കാരനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്റെ മോനെന്തേ ഇന്ന് പള്ളിയിൽ നിന്ന് വരാത്തത്? വീടിന്റെ പുറത്തിറങ്ങി ഒന്ന് അന്വേഷിക്കാമെന്ന മട്ടിൽ വാതിലെന്ന് തുറന്നു നോക്കിയപ്പോൾ ഉമ്മരപ്പടിയിലതാ ഒരാൾ കിടക്കുന്നു. നോക്കിയപ്പോൾ തന്റെ മകനാണ്, അനക്കമില്ല. ശബ്ദമുണ്ടാക്കി നാട്ടിലുള്ള തന്റെ സഹോദരങ്ങളെയും തന്റെ അയൽവാസികളെയും വിളിച്ചു വരുത്തി. ബോധം കെട്ടതാണെന്ന് മനസ്സിലായി. ചെറുപ്പക്കാരനെ പിടിച്ചു വീടിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടുപോയി. കുറെ സമയം കഴിഞ്ഞപ്പോൾ പാതിരാത്രിയായി. ചെറുപ്പക്കാരൻ ഉണർന്നു. ഉണർന്നപ്പോ വാപ്പ ചോദിച്ചു, മോനെ, പൊന്നു മോനെ, നിനക്കെന്താ പറ്റിയത്? ആരാ നിന്നെ അടിച്ചു വീഴ്ത്തിയത്? വാപ്പയോട് പറഞ്ഞു, ഉപ്പാ, എന്റെ കയ്യിൽ നിന്നും ഒരു തെറ്റ് സംഭവിക്കാൻ അടുത്തു നിൽക്കുമ്പോ പടച്ചോനെ ഓർത്തുപോയി. നാളെ റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ അടുക്കലൊന്ന് വന്നു നിൽക്കേണ്ടതില്ലേ എന്ന ബോധം, ആ ബോധം എന്നെ ആ തെറ്റിൽ നിന്ന് വഴിതിരിച്ചു എന്നാ വാപ്പയോട് പറഞ്ഞപ്പോൾ വാപ്പ ചോദിക്കുകയാണ്, ആരാണ്
നിനക്കതിന് പ്രേരകമായത്? അവിടെന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഏതായത്താണ് മോനെ നിന്നെ നന്മയുടെ വഴിയിലേക്ക് നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ പാരായണം ചെയ്ത ആയത്തൊന്നുകൂടി ഓതിക്കൊടുക്കുകയാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാൻ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഈ ആയത്താ ചെറുപ്പക്കാരൻ പാരായണം ചെയ്യുകയും ഫഖറ മഗ്ശിയൻ അലൈഹി, വീണ്ടും ബോധരഹിതനായി വീഴുന്നു. വാപ്പാടെ മുന്നിൽ വെച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറ്റം സമ്മതിച്ച് ഫഖറ മഗ്ശിയൻ അലൈഹി, ബോധരഹിതനായി വീണു. വാപ്പ പിടിച്ചടക്കി നോക്കി, അനക്കമില്ല. ഫൈദൻ ഹുവ മയ്യിത്തുൻ, ഡെഡ് ബോഡി ആയിട്ടുണ്ട്, മയ്യിത്തായി കിടക്കുകയാണ്. ആ ചെറുപ്പക്കാരന് മരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോ അയൽവാസികളെയൊക്കെ വിളിച്ചു. രാത്രി തന്നെ ഞൊടിയിടയിൽ ആ ചെറുപ്പക്കാരനെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, അന്ന് മറമാടിക്കളഞ്ഞു. മറമാടി. പിറ്റേ ദിവസം രാവിലെ തന്നെ വാപ്പ ഒരാളെ പറഞ്ഞയച്ചു. മാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ മകൻ വഫാത്തായിട്ടുണ്ട്, നിങ്ങളുടെ വലിയ മഹിബായിരുന്നല്ലോ, നിങ്ങളുടെ മമ്മുമായി നിസ്കരിച്ച ആളായിരുന്നുവല്ലോ. ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാപ്പാനെ സന്ദർശിക്കാനെത്തി. പ്രായമായ വാപ്പയെ കണ്ടു, അനുശോചനങ്ങൾ അറിയിച്ചു. സംഭവിച്ചതെന്തേ അന്വേഷിച്ചപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, എന്നാൽ ഒരു വാക്കെന്നോട് പറയാമായിരുന്നില്ലേ? രാത്രിയാണ്, അതുകൊണ്ടാണ് അങ്ങയെ അറിയിക്കാതിരുന്നത്, അങ്ങേക്ക് വിഷമമായി പോകും, വരാൻ കഴിയില്ല എന്ന് കരുതിയതാണ്. വാപ്പ പ്രതിവചിച്ചു. ഉടനെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ആ മകനെ എവിടെയാണ് ഖബറടക്കിയത്? ആ ഖബറൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? ഖബർ കാണിച്ചു കൊടുത്തപ്പോൾ ഖബറിന്റെ ചാര ചെന്നെത്തി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സലാം പറഞ്ഞിട്ട് ഫാതാ ഉമർ വമൻ മഅഹുൽ ഖബറ ഫഖാല ഉമർ മുഖാതിബൻ الشاب الذي مات من شدة خوفه من الله. പടച്ച റബ്ബിൽ, ആ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ അല്ലാഹ്. ഞാൻ എങ്ങാനും പെണ്ണിനെ പ്രാപിച്ചാൽ നാളെ നിന്റെ മുന്നിൽ വന്ന് നിൽക്കണമല്ലോ എന്ന പേടിയോടെ മരിച്ചുപോയ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനോട് ചോദിക്കാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. പടച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞില്ല ഒരു ഓഫർ, നാളെയുടെ ലോകത്ത് അല്ലാഹുവിനെ പേടിച്ച് തിന്മയിൽ നിന്ന് പിന്മാറിയവർക്ക് 2 ഉദ്യാനമുണ്ട് സ്വർഗീയ ലോകത്ത് എന്ന്. ആ ഉദ്യാനം നിനക്ക് കിട്ടും മോനെ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞപ്പോൾ തീരേണ്ട താമസം ആ ഖബറിൽ നിന്ന് പറയുകയാണ്, യാ ഉമറു, ഉമറേ, ഖദ് അഅതാനിഹി മാ റബ്ബി അസ്സ വജല്ല ഫിൽ ജന്നതി മറതൈൻ. സ്വർഗ്ഗത്തിലുള്ള 2 ഉദ്യാനങ്ങളുടെ സന്തോഷങ്ങൾ എന്റെ ഖബറിലേക്ക് തന്നെ അല്ലാഹു തന്നിട്ടുണ്ട് എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അല്ലാഹ് എന്ന ഒരു ബോധത്തോടുകൂടെ പിന്തിരിഞ്ഞു നടന്ന ആ മനുഷ്യന് അല്ലാഹു 2 ഉദ്യാനങ്ങൾ നാളെ സ്വർഗത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നരകമോചനവും സ്വർഗവും വാങ്ങാൻ നമുക്കുള്ള അവസരമാണ്. പടച്ച റബ്ബിന്റെ മുന്നിലൊന്ന് പൊട്ടിക്കരയാനുള്ള ഈ ഇരപകലുകൾ അത് ഉപയോഗിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കണം. 25, 27, 29 3 ഒറ്റയിട്ട പ്രധാന രാവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ദിവസങ്ങളെല്ലാം പടച്ച റബ്ബിലേക്ക് മടങ്ങി അല്ലാഹ് എന്ന ചിന്തയോടുകൂടെ ഈ റമദാൻ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് സ്വർഗം വാങ്ങുന്നവരാവണം. ആ ലൈഫ് ബോട്ടിൽ കയറിയിട്ട് നമുക്ക് അക്കരെ പറ്റാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.